ഹലോ ഹബീബീസ് മർഹബ. റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നെത്തിയിട്ടുള്ള ഒരു പുണ്യമായ വ്ലോഗായിട്ടാണ്. അതെ, നമ്മൾ ഉംറക്ക് പോവാണ് ഗൈസ്. നമ്മൾ ബൈ റോഡ് ബസ്സിലാണ് പോകുന്നത്, ഖത്തറിൽ നിന്ന് സൗദിയിലേക്ക് ബൈ റോഡ്. അങ്ങനത്തെ നമ്മൾ ബസ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ സീറ്റ് എവിടെയെന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനത്തെ അവിടെ ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മൾ സീറ്റൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഗൈസ് അവസാനം കിട്ടി. നമുക്ക് നമ്മളെ 20 നമ്പർ സീറ്റാണ് നമ്മളത്. അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അടുത്ത് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ കയറണം. എന്ത് നമ്മളെ ഊഴായപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലഗേജുമ്പോൾ ടാഗൊക്കെ ഇട്ട് വന്നു. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ അവിടെ ഏൽപ്പിച്ച് നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറണം. നമ്മളിപ്പോൾ ഈ ഒരു പാക്കേജ് പോകുന്നുള്ള ഒരു 5 ദിവസത്തെ പാക്കേജാണ്. അതായത് 2 ദിവസം മക്കയിലും 1 ദിവസം മദീനയിലും 2 ദിവസം പിന്നെ ട്രാവലും. നമ്മൾ അൽ അറബ് ട്രാവൽസിൻ്റെ കൂടെയാണ് ഈ ഒരു യാത്ര പോകുന്നത്. അങ്ങനത്തെ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ സീറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ബസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബസ്സാണ് കേട്ടോ. നല്ല ലോങ് റൈഡൊക്കെ പോകണമല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല ബസ് തന്നെയാണ്. അങ്ങനത്തെ നമ്മൾ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 20 നമ്പർ സീറ്റ്. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനത്തെ നമ്മളെ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇരിപ്പിടം ഉറപ്പിച്ചു. അങ്ങനത്തെ നമ്മളെ ഖത്തർ ടൗണിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സൽവാർ റോഡൊക്കെ കയറി കേട്ടോ. സൽവാർ റോഡ് ഇനി ദീർഘദൂരം ലോങ് റൈഡാണ്. അപ്പോൾ നമ്മൾ ഖത്തറിൽ നിന്ന് ഏകദേശം സൗദി ബോർഡർക്ക് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ റണ്ണിങ് ഉള്ളൂ. അവിടുന്ന് സൗദിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് മക്കയ്ക്കാണ് ഉള്ളത് ലോങ് റൈഡ്. അങ്ങനത്തെ നമ്മൾ ഖത്തർ ടൗൺ ഏരിയ ഒക്കെ വിട്ട് ഇതേ വിജനമായ മരുഭൂമി ഏരിയയിലൊക്കെ പോയി. ആ മരുഭൂമി ഏരിയയിലൊക്കെ നല്ല ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ആൾക്കാരൊക്കെ കാണാനുണ്ട്. അതുപോലെ ഒട്ടകത്തിൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഈ ഒരു വണ്ടി നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ട് നാം പെട്ടെന്ന് വേറെ എന്താണെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ച് നോക്കുമ്പോഴാണ് ആ വണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഒട്ടകത്തിനെ ഇവർ കൊണ്ടുപോവാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ നാട്ടിൽ പശുവിനൊക്കെ കൊണ്ടുപോകണത് പുറത്തേക്കൊക്കെ കാണിച്ച് തിക്കി തിരക്കി ചാണകമൊക്കെ പുറത്തേക്ക് തെറിച്ചിട്ട്. അങ്ങനത്തെ നമ്മൾ ദീർഘ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബോർഡറിൽ ഏകദേശം എത്താറായി. കടലൊക്കെ കാണാനുണ്ട്. അങ്ങനത്തെ നമ്മൾ ബോർഡറിലെത്തി. ഇനി വല്ലാതെ അധികം വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം 2 രാജ്യത്തിൻ്റെയും ബോർഡറാണ്, അതുപോലെ എമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ക്യാമറ പതുക്കൊന്ന് താത്തുട്ടോ ആ ഒരു സമയത്ത്. അങ്ങനത്തെ നമ്മൾ ഖത്തറിൽ എമിഗ്രേഷൻ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നമ്മൾ എക്സിറ്റ് അടിക്കണം. നമ്മളെ എക്സിറ്റ് പെർമിറ്റ് ഇവിടുന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ സൗദി ബോർഡർ കടങ്ങുന്നത് അവിടുന്ന് എൻട്രി പെർമിറ്റ് എടുത്തുകൊണ്ട് പോവുക. അങ്ങനത്തെ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് നമ്മൾ പാസ്പോർട്ടൊക്കെ കൊടുത്ത് എക്സിറ്റ് അടിച്ച് നേരെ നമ്മൾ ഇവിടുന്ന് സൗദി ബോർഡർ കയറാനുള്ള പരിപാടിയാണ്. നമ്മൾ ഖത്തർ ബോർഡർ കഴിഞ്ഞ് നമ്മൾ സൗദി ബോർഡർക്ക് എൻ്ററായി. സൗദി ബോർഡർക്ക് എൻ്റർ ആകണവും പിന്നെ നമ്മൾ എമിഗ്രേഷൻ എടുക്കണതും എൻട്രി പെർമിറ്റ് അടിക്കണമെന്നും നമ്മൾ വീഡിയോ കാണിച്ചില്ല. അങ്ങനെ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മളെ ബസ് ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നതിൻ്റെ ശേഷം എന്തായി, നമ്മൾ വീണ്ടും ബസ് കയറിയത് സൗദിയൻ മണ്ണിലൂടെ യാത്ര തുടങ്ങി. സൗദിയിൽ ഇനി മക്കയ്ക്ക് ഒരു ദീർഘദൂര യാത്ര തന്നെ ഉണ്ട്. ഒരുപാട് സ്ഥലം മരുഭൂമി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ വളരെ ഷോർട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട ഏരിയ മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ നമ്മളൊരു നൈറ്റ് നമ്മൾ സൗദിയിൽ കൂടെ നമ്മൾ യാത്രയുണ്ട്. റിയാദ് ടൗണൊക്കെ ടച്ച് ചെയ്ത് നമ്മൾ ഉറങ്ങിപ്പോയതുകൊണ്ടും പിന്നെ ഒരുപാട് ലോങ് വീഡിയോ ലെങ്ത്ത് കൂടുന്നുള്ളതുകൊണ്ട് നമ്മൾ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗൈസ് നമ്മൾ മരുഭൂമിയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ദീർഘദൂരം മരുഭൂമിയിലുള്ള യാത്രയാണ്. ഒരുപാട് ലോങ് തന്നെ മരുഭൂമിയിൽ യാത്ര ചെയ്യേണ്ടതുകൊണ്ടും പിന്നെ നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടുന്നുള്ളതുകൊണ്ടും അധികം വീഡിയോസും നമ്മൾ കാര്യങ്ങളെടുത്തില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ റിയാദ് ടൗണും കാര്യങ്ങളൊക്കെ പിന്നിടുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം അതല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും അധികം വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇപ്പോൾ യാത്ര തുടർന്നിട്ട് ഏകദേശം 24 മണിക്കൂറാവാനായി. രാവിലെ എണീറ്റ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നേരെ കാണുന്നത് നല്ല പാറക്കെട്ടുകളാൽ നിറഞ്ഞ മലനിരകളാണ്. ഏകദേശം മക്കയിലോട്ട് അടുക്കാറായി എന്ന് നമുക്ക് സൂചന കിട്ടി തുടങ്ങി. അങ്ങനത്തെ നമ്മൾ ഏകദേശം കുറേ കൂടെ ഓടിക്കഴിഞ്ഞ് നമ്മളൊരു ടൗണിലെത്തി. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം എവിടെയും നിൽക്കുന്നില്ല, കാരണം നമുക്ക് മക്കയിൽ നമ്മൾ കഅബയുടെ മുന്നിൽ ജുമ നിസ്കരിക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ഡ്രൈവറോട് വണ്ടി വിടാൻ പറഞ്ഞത്. അങ്ങനത്തെ നമ്മൾ നേരെ ആയിഷ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ ചെന്നെത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരോടും ഇറാം കെട്ടിയിട്ട് ഫ്രഷായിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഖത്തർ ദുബായ് എന്നുള്ള ഏരിയയിലൊക്കെ വരുന്ന ആൾക്കാർ ഇറാം കെട്ടുന്ന സ്ഥലമാണ് ആയിഷ മസ്ജിദ്. ഒരുവിധം നാട്ടിൽ നിന്ന് വരുന്നവരും റിയാദ് ഭാഗത്തു നിന്ന് വരുന്നവരൊക്കെ ഇവിടെ നിന്നായിരിക്കും ഇറാം കെട്ടുന്നത്. അങ്ങനത്തെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. നമ്മൾ മാത്രമൊന്നുമല്ല, 1000 10,000 കണക്കിന് വണ്ടികളും കാര്യങ്ങളും ഉണ്ട്. അത്രയും ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വന്ന ആൾക്കാർക്കൊക്കെ ഫ്രഷ് ആവാനും അതുപോലെ നിസ്കരിക്കാനും പിന്നെ ഇഹ്റാം കെട്ടാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഇപ്പോൾ വന്ന കുറേ ആൾക്കാർ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളും പോയി കുളിച്ച് ഫ്രഷായി ഇഹ്റാം കെട്ടി പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് നേരെ പോയിട്ട് ആയിഷ മസ്ജിദിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ നമ്മൾ നടന്ന് ആയിഷ മസ്ജിദിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പുറത്തുതന്നെ നിസ്കരിച്ച് നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളത് തിരിച്ച് ബസ്സിൻ്റെ എടുക്കുകയാണ്. കാരണം നമ്മൾ ലേറ്റ് ആവാൻ പാടില്ല. കാരണം ഫ്രൈഡേ ആയതുകൊണ്ട് ജുമാ നമുക്ക് മക്കയിൽ കിട്ടണമെന്നുള്ള ഒരൊറ്റ വാശി പുറത്താണ് ഇത് പോകുന്നത്.
അങ്ങനെ ദേ നമ്മുടെ കൂടെ വന്ന എല്ലാവരുടെയും ഏകദേശം ഹിറാങ്കട്ടിലും നിസ്കാരമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാവരും കുറേ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കലും ബാക്കിയുള്ള സെക്ഷനൊക്കെ കഴിഞ്ഞ് ദേ പുറത്തിറങ്ങി. അങ്ങനെ ദേ നമ്മൾ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് ആയിഷ മസ്ജിദിലെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ ബസ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഏത് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ വന്ന ഭാഗത്ത് കൂടെ നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ദേ അവസാനം നമ്മളെ ബസ് പാർക്ക് ചെയ്ത് കണ്ടുപിടിച്ച്. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ തോന്നുന്നത് നമ്മളെ കാത്തിട്ട് ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. ചീത്തയ്ക്കോ എന്നുള്ളത് അറിയില്ല, കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് എല്ലായിടത്തും പോസ്റ്റ് ഇടുന്നുണ്ട് എല്ലാവർക്കും. നമ്മൾ പോസ്റ്റ് ആയിട്ടില്ല, നമ്മളെക്കായും കുറച്ചും കൂടി 2-3 പേര് കൂടുതൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇറാൻ കെട്ടിയതുകൊണ്ട് കുറച്ച് ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ഇവിടുന്ന് ആയിഷ മസ്ജിദിൽ നിന്ന് ഏകദേശം അത്യാവശ്യം കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട് നമ്മളെ ഹറമിലേക്ക്. അങ്ങനെ വീണ്ടും നമ്മൾ ദീർഘദൂര യാത്രയിൽ തന്നെ ഏർപ്പെട്ടു. അങ്ങനെ കുറച്ച് നമ്മൾ ഓടിച്ചെന്നപ്പോൾ നമ്മളെ ക്ലോക്ക് ടവർ നമുക്ക് അവിടെ ദൃശ്യമായി. ക്ലോക്ക് ടവർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ഏകദേശം ഇവിടെ അടുത്തെത്തരായെന്ന്. അങ്ങനെ നമ്മൾ നേരെ എത്തി ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് നേരെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ നേരെ മസ്ജിദിലേക്ക് ഓടുകയാണ്. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജുമ അതിൻ്റെ ഉള്ളിൽ കയറി നമസ്കരിക്കുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോടെയാണ് നമ്മൾ കയറി പോകുന്നത്. നമുക്ക് അക്കോമഡേഷനുള്ള ഹോട്ടലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഹറമിലേക്ക് നടന്നു പോകാനുണ്ട്. അങ്ങനെ നമ്മൾ ഹറമിൻ്റെ ഫ്രണ്ടിലെത്തി. അത്യാവശ്യം നല്ല റഷുണ്ട്. നോമ്പ് എടുത്തതുകൊണ്ടും അതുപോലെ തന്നെ ഫ്രൈഡേ ആയതുകൊണ്ടും നല്ല റഷുണ്ട്. നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഏതായാലും കുറച്ച് നേരം തിരക്കി അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ അവസാനം ഹറമിൻ്റെ ഉള്ളിൽ കയറി. അത് എന്താണ് പള്ളി അറിയോ, ഭയങ്കര ഒരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ഇനിയിപ്പോൾ ജുമയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കഅബ എന്തായാലും അപ്പോഴൊന്നും കാണാൻ പറ്റില്ല, ഉള്ളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കഅബ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും നമ്മൾ പള്ളിയുടെ ഇൻറ്റീരിയർ വർക്കും അതുപോലെയുള്ള അതിനുള്ള അറബി എഴുത്തുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട് അത്രയും. പിന്നെ കഅബൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഹെറാം കെട്ടിയവരെ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ അത്ര വലിയ റഷില്ല, എന്നാലും അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വഴി കൂടി നമുക്ക് എൻട്രി ഇല്ല, ചില വഴിയൊക്കെ നമുക്ക് ബന്ദ് ചെയ്തിരുന്നു. അങ്ങനത്തെ അവസാനം നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ നമ്മളെ മുന്നിൽ വ്യക്തമായി നിൽക്കുന്നു നമ്മുടെ കഅബ. ഇത് കാണുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ തല ഉയർത്തി നിൽക്കുന്ന നമ്മളെ കഅബ ഷരീഫ്, ആ ഒരു ഫീല് അത് വല്ലാത്തൊരു അനുഭവമാണ്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് കണ്ടിരിക്കണം. അൽഹംദുലില്ലാ, ഈ ഒരു ദൃശ്യം കാണാൻ പറ്റിയ എന്നുള്ളത് വളരെ അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നമ്മളെ മാത്രമല്ല, ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിലുണ്ട്, അത്രയും തിരക്കുണ്ട്. ജുമ ആയതുകൊണ്ടും അതുപോലെ റംസാൻ ആയതുകൊണ്ടും. അതേപോലെ നമ്മളെ കയറി ചെന്നു. എന്നിട്ട് പിന്നെ നമുക്കത് നമ്മുടെ ഉംറ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതുകൊണ്ട് സ്റ്റാർട്ടിങ് പോയിൻ്റ് എവിടെയെന്ന് നിങ്ങൾ തിരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളവിടെ ഒരു ഗാർഡിനോട് ചോദിച്ചു. ഗാർഡ് പറഞ്ഞാൽ നമുക്ക് ഒരു ചുമരിൻ്റെ ഏരിയയിൽ ഒരു പച്ച ലൈറ്റ് തെളിയിച്ചിട്ടുണ്ടാകും, അവിടെ നിന്നാണ് നമുക്ക് തവാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 7 പ്രാവശ്യം നമുക്ക് കഅബനെ വലം വെക്കണം. അങ്ങനെ നമ്മൾ തവാഫ് ചെയ്യണമൊന്നും എടുക്കുന്നില്ല, കാരണം നമ്മൾ അതിനല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തവാഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിന് സഹായിച്ചു. അപ്പോൾ നമുക്ക് നല്ല സംസം വെള്ളം ഇവിടെ ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും അവിടെ നിന്ന് എടുത്ത് കുടിക്കാം. ഒരുപാട് പേര് എടുത്ത് കുടിക്കുന്നുണ്ട്, നടന്നു വന്ന് ക്ഷീണിച്ച് വന്ന് ഇരുന്നവരൊക്കെ. ഈ ഒരു തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം നമ്മൾ സംസം വെള്ളം കുടിച്ചിരിക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. എത്ര കുടിച്ചാലും ഊതി മാറില്ല. അതുപോലെ തന്നെ എത്ര കുടിച്ചാലും നമുക്ക് ആ ഒരു എന്താ പറയുക, ബ്ലെസ്സിങ്, അതിൻ്റെ ഒരു ഫീലും വേറെയാണ്. അങ്ങനത്തെ നമ്മൾ കഅബ തവാഫ് കഴിഞ്ഞ് നമ്മൾ നേരെ സഫ മർവ മലേൻ്റെ അവിടേക്കാണ് പോകുന്നത്. നമ്മളെ കൂടെയുള്ള ഒരു 3 പേരാണ് എൻ്റെ റൂംമേറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അവരാണ് നമ്മളെ കൂടെ ഉള്ളത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂട്ടം തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണം, ഏറ്റവും ബെറ്ററാണ്. നമുക്കൊരു ടാഗ് തരും, അത് നമ്മുടെ കഴുത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടാൽ നമുക്ക് അവിടുത്തെ ഗാർഡുകൾക്കാരെങ്കിലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ സേഫായിട്ട് എത്തിക്കും. അങ്ങനത്തെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ നേരെ മുന്നിൽ കാണുന്നതാണ് സഫ മർവ. ഒരുപാട് പേര് സഫ മർവൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കഅബ ലക്ഷ്യമാക്കി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളിത് ഏകദേശം സഫ മർവൻ്റെ അടുത്തെത്തി. അങ്ങോട്ട് ഉള്ളിലേക്ക് അടുത്ത് വരുന്നില്ല, അവിടെ സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് വിട്ടുനിന്ന് നോക്കി. ഇനി നമ്മൾ സഫ മർവയും തവാഫ് ചെയ്യണം. 7 പ്രാവശ്യം എവിടെയും തവാഫ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സഫ മർവൻ്റെ ഒക്കെ അവിടെ നിന്ന് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇനി നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്, സഫ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പോയിൻ്റാണിത്. ഇവിടുന്ന് നമ്മൾ 7 പ്രാവശ്യം നമ്മൾ തവാഫ് ചെയ്യണം. അതായത് സഫ മർവേൻ്റെ മലയിൽ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം എന്നാണ് അർത്ഥം.
അങ്ങനെ നമ്മളെ തവാഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഈ ഒരു ഗ്രീൻ ലൈറ്റ് കണ്ടോ, ഇതിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ റൺ ചെയ്യേണ്ടത്. എല്ലാവരും ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഓടും. അതേപോലെ അപ്പുറത്തെ സൈഡിലുണ്ട്. അങ്ങനെ നമ്മൾ 7 പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തവാഫ് ചെയ്യണം. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിന് അയച്ചാൽ നമ്മൾ അപ്പം നേരെ സംസം വെള്ളത്തിൻ്റെ അവിടെ പോകും. ഇവിടെ എല്ലാ ഏരിയയിലും കുടിക്കാൻ വേണ്ടി സംസം വെള്ളം നല്ല ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സംസം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അസർ വാങ്ങി കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത്ര സമയം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തോ. നമുക്ക് അറിയുന്നത് തന്നെയല്ല. കാരണം നമ്മൾ ജുമ കഴിഞ്ഞിട്ട് നമുക്ക് ഉംറ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും നമ്മളെ ഉംറ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും ടൈം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അറിയുമെന്ന് പോലുമില്ല. അത്രയും ഒരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തരുന്നത്. നമ്മൾ എന്താ ഒരു ആത്മീയമായ ഒരു ഫ്രഷായ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണ് നമ്മൾ മനസ്സിലൊക്കെ കേട്ടോ. അങ്ങനത്തെ നമ്മുടെ 7ാമത്തെ റൗണ്ടാണ് ഈ സഫ മർവൻ്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ നമ്മളെ സഫ മർവ തവാഫൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് സംസം ഉറവ് പൊട്ടിയ മലേൻ്റെ അടുത്തേക്കാണ്. സംസം ഉറവ് പൊട്ടിയെടുത്ത് ഇപ്പോഴും അതിൻ്റെ ഉറവ നമുക്കിപ്പോഴും കാണാൻ ദൃശ്യമാവുന്നുണ്ട്. അതിന് ചുറ്റുപുറം ടൈൽസൊക്കെ ഇട്ട് അടിപൊളി നീറ്റായിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയയിൽ ഇപ്പോഴും നമുക്ക് വെള്ളം കിരിഞ്ഞ് വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നൊന്ന് പ്രാർത്ഥിച്ച് നമ്മളെ ഉംറ വിജയകരമായി പൂർത്തിയാക്കി നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഒരു ചടങ്ങ് കൂടെയുണ്ട്. നമ്മളെ മുടി വെട്ടുന്ന നമ്മളെ മൊട്ട അടിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർ നിന്നിട്ട് മുടിൻ്റെ ഏതെങ്കിലും ഇതളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മൊട്ട അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മളിത് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇനി അടുത്ത മൊട്ട അടിക്കാനുള്ള ഏരിയ എവിടെയെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ വന്ന വഴി കൂടെ അല്ല പുറത്ത് പോകുന്നത്, നമ്മൾ വേറൊരു വഴി കൂടെയാണ് പുറത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ കുറേ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് സൈഡിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. എല്ലാ ഏരിയയിലും കൺസ്ട്രക്ഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ചില ഏരിയയിലൊക്കെ ഗേറ്റിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ പോകുന്ന ആൾക്കാർ. അങ്ങനത്തെ നമ്മൾ മുടി വെട്ടാനുള്ള ഏരിയ ഏതാണെന്ന് തൊപ്പി നടന്നപ്പോൾ നമുക്കൊരു ആളെ കിട്ടി. അയാൾ നമ്മളത് ബാർബർ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ആനയിക്കുകയാണ്. ഇവിടുത്തെ ഒരു ഏജൻറ്റാണ്. അയാൾക്ക് നമ്മളൊക്കെ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ കമ്മീഷൻ കിട്ടും. അങ്ങനെ നമ്മൾ അയാളെ പിന്നാലെ അയാളെ ഫോളോ ചെയ്ത് പോയി. നമ്മളിപ്പോൾ ഈ പോകുന്നത് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്കാണ് അയാളെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ നില കയറി അപ്പോൾ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റർ കണ്ടു. ഇനി നമ്മൾ എസ്കലേറ്റർ കയറിയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു 2ാമത്തെ നിലയാണെന്ന്. അങ്ങനെ നമ്മൾ 2ാമത്തെ നിലയിലെത്തിയപ്പോൾ ഇവിടെയും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ്. നല്ല ഡേറ്റ്സും ഫ്രൂട്ട്സും അതുപോലെ അത്തറും എല്ലാ സംഭവവും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഷോപ്പിംഗ് സെൻറ്റർ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കണം കേട്ടോ. എല്ലാവിധ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. അങ്ങനെ നമ്മൾ അടുത്ത നിലയിലും കയറി 3ാമത്തെ നിലേൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് നമ്മൾ കാണുന്നത് ബാർബർ ഷോപ്പുകളൊക്കെ. ഇവിടെ ഒരുപാട് ബാർബർ ഷോപ്പ് ഉണ്ടോ. അതേപോലെ ഒരുപാട് ഏജൻറ്റുമാരുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആനയിക്കുന്നുണ്ട്. ഒരുപാട് പേര് മുടിയൊക്കെ വെട്ടി പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഊഴെത്തിയപ്പോൾ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി ഇരുന്നു. നമ്മളിത് മുട്ട അടിച്ച് നേരെ പുറത്തിറങ്ങി വന്ന് എന്താ പറയുക നല്ല അടിപൊളി മുട്ട. അങ്ങനെ നമ്മൾ ഉംറയുടെ എല്ലാ ചടങ്ങും നിർവഹിച്ച് നമ്മൾ നേരെ പള്ളിയുടെ മുന്നിലേക്ക് പോയി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി 2ാമത്തെ മദീനയിലുള്ള വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.